ശ്രീമാത്രേ നമഃ. സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ഈ താമരക്കാടിനിടയ്ക്ക്, കദംബ വൃക്ഷങ്ങൾക്കിടയ്ക്ക് മാത്രമല്ല, പിന്നെയോ സുധാസാഗര മധ്യസ്ഥ, അമൃതസാഗരത്തിൻ്റെ നടുക്കും കൂടിയാണ് ദേവി വസിക്കുന്നത്. കാമാക്ഷി കാമദായിനി, സുന്ദരങ്ങളായിട്ടുള്ള കണ്ണുകളോട് കൂടിയവൾ. കാമാക്ഷി, കാമങ്ങളെ അഥവാ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവൾ. ആഗ്രഹ പൂർത്തീകരണത്തിന് സഹായിക്കുന്നവൾ കാമാക്ഷി. ദേവി ഒന്ന് നോക്കിയാൽ നമ്മുടെ മുഴുവൻ ആഗ്രഹങ്ങളും തീരും. ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ ഇങ്ങനെ പറയുന്നു: അല്ലയോ ദേവി, വ്യത്യസ്തമായ ഭാവങ്ങൾ നിന്റെ കണ്ണുകളിലൂടെ ഓടിമറയുന്നു. അങ്ങനെ പലതിനെയും നോക്കുന്ന കൂട്ടത്തിൽ ഒന്നെന്നെ വെറുതെ നോക്കിക്കൂടെ? കാരണം നീ ഒന്ന് നോക്കിയാൽ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കും. നിന്റെ പേര് കാമാക്ഷി എന്നാണ്, കാമങ്ങളെ സാധിപ്പിച്ചു തരുന്നവൾ. ആഗ്രഹ പൂർത്തീകരണത്തിന് സഹായിക്കുന്നവൾ കാമാക്ഷി. ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ മൃതശരീരം തോളിലേറ്റി ദേഷ്യവും സങ്കടവും കൊണ്ട് താണ്ഡവമാടുന്ന സമയത്ത് വിഷ്ണു ഭഗവാൻ തൻ്റെ സുദർശനം കൊണ്ട് ആ മൃതശരീരം ഓരോ ഭാഗങ്ങളായി മുറിച്ചിടുകയാണ്. 51 കഷണങ്ങളാക്കി ഭൂമിയിലിട്ടു എന്നാണ്. അപ്പോൾ അശാന്തനായി താണ്ഡവമാടിക്കൊണ്ടിരുന്ന ശിവൻ ധ്യാനനിരതനായി. ദേവിയെ പല കഷണങ്ങളാക്കി മുറിച്ചിട്ടപ്പോൾ ദേവിയുടെ ഒഡ്യാണം വീണ സ്ഥലം, അതാണ് കാഞ്ചീപുരം. ആ കാഞ്ചീപുരത്തിലെ ദേവി കാമാക്ഷി. അവിടെ ചെന്ന് നിന്ന് ദേവിയെ പ്രാർത്ഥിച്ചാൽ, ദേവി നമ്മളെയൊന്ന് നോക്കിയാൽ രക്ഷപ്പെട്ടു നമ്മൾ. കാമാക്ഷി സുന്ദരങ്ങളായിട്ടുള്ള അക്ഷിയോട് കൂടിയവൾ. കാമദായിനി, കാമങ്ങളെ ഇല്ലാതാക്കുന്നവൾ എന്നൊരർത്ഥം. കാമങ്ങൾ സാധിപ്പിച്ചു തരുന്നവൾ എന്ന് മറ്റൊരർത്ഥം. ആഗ്രഹങ്ങൾ നമ്മുടെ അനുവാദത്തോടു കൂടിയല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ രണ്ട് വഴി. ഒന്നുകിൽ അത് സാധിക്കുക, അല്ലെങ്കിൽ അത് വന്നതുപോലെ പോകുക. ദേവി ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നുകിൽ സാധിച്ചിരിക്കും, അല്ലെങ്കിൽ അത് വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോയിരിക്കും. അതുകൊണ്ട് ദേവിയെ കാമദായിനി എന്ന് വിളിക്കുന്നു. ശ്രീ ലളിതാ പരമേശ്വരി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.